നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ക്രെഡിറ്റ് കാർഡ് കടം. പക്ഷേ ഇത് വെറുമൊരു കണക്ക് പറച്ചിലല്ല, ഇതൊരു യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കഥയാണ്. കേട്ടില്ലേ, എന്റെ ശമ്പളം വരുന്നു, ഒരാഴ്ചക്കുള്ളിൽ അത് തീരുന്നു. ഇത് പറയുന്നത് 34 വയസ്സുള്ള രജത്താണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കുമൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവുമല്ലേ, മാസാവസാനം ആവുന്നതിന് മുന്നേ തന്നെ പേഴ്സ് കാലിയാകുന്നത്. പക്ഷേ രജത്തിന്റെ കാര്യത്തിൽ ഈ ഒരു വാചകത്തിന് പിന്നിൽ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് രജത്തിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കാര്യങ്ങൾ എത്രത്തോളം സീരിയസ് ആയിരുന്നു? വാ, നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് രജത്തിന്റെയും ഭാര്യയുടെയും ഒരു മാസത്തെ ടോട്ടൽ ഇൻകം, 78,181 രൂപ. ഒറ്റ നോട്ടത്തിൽ ഇതൊരു കുഴപ്പമില്ലാത്ത വരുമാനം തന്നെയല്ലേ? ഒരു മിനിറ്റ്, 78,000 രൂപ. ഒരു സാധാരണ കുടുംബത്തിന് ഒരുപക്ഷെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ ഇത് മതിയാവില്ലേ? പിന്നെ എവിടെയാ പ്രശ്നം? എന്താ ഇവിടെ സംഭവിക്കുന്നത്? പ്രശ്നം ഇവിടെയാണ്. ഇതാണ് അവരുടെ ഒരു മാസത്തെ ആകെ ചിലവ്, 1,22,866 രൂപ. ശരിക്കും ഷോക്കിംഗ് അല്ലേ? ഈ കണക്കുകൾ നമ്മളെ ശരിക്കും ഞെട്ടിക്കും. അതായത് കിട്ടുന്നതിനേക്കാൾ ഏകദേശം 45,000 രൂപ കൂടുതൽ ഓരോ മാസവും അവർ ചെലവാക്കുന്നു. ഈ പൈസ എങ്ങോട്ടായി പോകുന്നത്? നോക്കൂ, വീട്ടുചെലവുകൾക്ക് 52,000 രൂപ. പക്ഷെ അതിനേക്കാൾ ഭീകരമായ ഒരു സംഖ്യ വേറെയുണ്ട്, 70,000 രൂപയിൽ കൂടുതൽ. എന്തിനാണെന്നറിയോ? ലോണും ക്രെഡിറ്റ് കാർഡ് EMI അടക്കാൻ മാത്രം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ജീവിക്കാൻ വേണ്ട ചെലവിനേക്കാൾ കൂടുതൽ പണം കടം വിട്ടാനാണ് പോകുന്നത്. ഓരോ മാസം കഴിയുന്തോറും അവർ കൂടുതൽ ആഴത്തിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് ആരും എത്തില്ലല്ലോ. ഇതൊരു സൈക്കിളാണ്, ഒരു കെണി. നമുക്ക് ആ കെണിയുടെ ഘടന എന്താണെന്ന് നോക്കാം. ഇത് സിമ്പിളാണ്, പക്ഷേ വളരെ അപകടം പിടിച്ചൊരു സൈക്കിളാണ്. ആദ്യം വരുമാനത്തെക്കാൾ ചെലവ് കൂടുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്യും. അടുത്ത മാസം ആ കാർഡിന്റെ ബില്ല് വരുമ്പോഴോ അതടയ്ക്കാൻ വേറൊരു കാർഡ് ഉപയോഗിക്കും. ഇതിനിടയിൽ 40% ഒക്കെ വരുന്ന ഭ്രാന്തൻ പലിശ കാരണം കടമിങ്ങനെ മല പോലെ വളർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു വിഷചക്രമാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ കടയൊന്നും വലിയ ലക്ഷറി ലൈഫ് ജീവിച്ചിട്ടോ അടിച്ചു പൊളിച്ചിട്ടോ വന്നതല്ല, സാധാരണ വീട്ടുചെലവുകൾ നടത്താൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു കെണിയാണെന്ന്. അപ്പോൾ ഇങ്ങനെ മുങ്ങിത്താഴുന്ന ഒരവസ്ഥയിലാണ് ഒരു മെന്ററുടെ ഒരു ടഫ് ലവ് ഇടപെടൽ വരുന്നത്. ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇങ്ങനെ മുഖത്ത് അടിക്കുന്ന പോലൊരു റിയാലിറ്റി ചെക്ക് ആവശ്യമായി വരും. അങ്കുർ വാരിക്യോ എന്ന ആ മെന്റർ അവരോട് മുഖത്തു നോക്കി ഒരു സത്യം പറഞ്ഞു: നിങ്ങൾ മുങ്ങിത്താഴുകയാണ്. ഓരോ മാസവും ആ കുഴി കൂടുതൽ ആഴമുള്ളതായിക്കൊണ്ടിരിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ അവസ്ഥയുടെ ഭീകരത മനസ്സിലാക്കാം. അദ്ദേഹം അവർക്ക് പുതിയൊരു ചിന്താരീതി പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫ് ഒരു ക്രിക്കറ്റ് മാച്ച് പോലെയല്ല, ഒരു ചെസ് കളി പോലെയാവണം. ക്രിക്കറ്റിലെന്താ, നമ്മൾ അടുത്ത ബോളിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ഒരു റിയാക്ഷനാണ്. പക്ഷെ പൈസയുടെ കാര്യത്തിൽ അത് പറ്റില്ല. ഒരു ചെസ് കളിക്കാരനെ പോലെ 2 or 3 സ്റ്റെപ്സ് മുന്നോട്ട് കാണണം. ഇമോഷണലായി തീരുമാനങ്ങൾ എടുക്കാതെ കണക്കുകൾ നോക്കി മാത്തമാറ്റിക്കലായി കളിക്കണം. അങ്ങനെ ആ ചെസ് കളിയിലെ ആദ്യത്തെ 3 നിർണായക നീക്കങ്ങൾ, ആ എസ്കേപ്പ് പ്ലാൻ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, എല്ലാ ഇൻവെസ്റ്റ്മെന്റും തൽക്കാലത്തേക്ക് നിർത്തുക. കയ്യിലുള്ള നിക്ഷേപങ്ങൾ വിറ്റ് ഏറ്റവും ചെറിയ ക്രെഡിറ്റ് കാർഡ് കടം ആദ്യം തന്നെ അടച്ചു തീർക്കുക. ഇത് നമുക്കൊരു ചെറിയ വിജയം തരും, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ്. സ്റ്റെപ്പ് 2, ഇതാണ് ഏറ്റവും പ്രധാനം. കടങ്ങൾ ഒന്നാക്കുക, അതായത് ഡെറ്റ് കൺസോളിഡേഷൻ. ഉയർന്ന പലിശയുള്ള പല ക്രെഡിറ്റ് കാർഡ് കടങ്ങളും അടച്ചു തീർത്ത് അതിനെല്ലാം പകരം കുറഞ്ഞ പലിശയുള്ള ഒരൊറ്റ ലോൺ എടുക്കുക. സ്റ്റെപ്പ് 3, അറ്റാക്കിംഗ് മോഡിലേക്ക് മാറുക. വീട്ടുചെലവ് ഒരു 10% കുറച്ച് കയ്യിൽ വരുന്ന ഓരോ രൂപയും ഉപയോഗിച്ച് ആ പുതിയ ലോൺ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ നോക്കുക. എന്തിനാണ് ഈ കടങ്ങളൊക്കെ ഒന്നാക്കുന്നത് എന്ന് സംശയം തോന്നാം. ഈ ചാർട്ട് നോക്കിയാൽ മതി. ക്രെഡിറ്റ് കാർഡുകൾക്ക് നമ്മൾ 40% ഒക്കെ പലിശ കൊടുക്കുമ്പോൾ ഒരു പ്രോപ്പർട്ടി ലോണിന് അത് ചിലപ്പോൾ 10% ഒക്കെ ഉണ്ടാവൂ. ആ വ്യത്യാസം കണ്ടോ? അതായത് നമ്മൾ കൂടുതൽ കടമെടുക്കുകയല്ല ചെയ്യുന്നത്, പകരം ശത്രുവിനെ മാറ്റുകയാണ്. 40% പലിശ എന്ന ആ ഭീകരനെ മാറ്റി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 10% പലിശ എന്ന ഒരാളെ പകരം വെക്കുന്നു. കടത്തിന്റെ സ്വഭാവം മാറ്റുക, അതാണ് ഗെയിം. ഓക്കെ, അപ്പോൾ ഈ പ്ലാൻ വർക്ക് ചെയ്താൽ എന്തായിരിക്കും ഫലം? ഇതൊരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാജിക് ഒന്നുമല്ല കേട്ടോ. കുറച്ച് ക്ഷമ വേണ്ട ഒരു യാത്രയാണ്. ഏകദേശം ഒരു 2-3 വർഷമെടുക്കും ഈ യാത്ര. ആദ്യത്തെ വർഷം ആ ഭ്രാന്തൻ പ്രഷറിൽ നിന്ന് ഒരാശ്വാസം കിട്ടും, ഒന്ന് ശ്വാസം വിടാൻ പറ്റും. പിന്നെ കിട്ടുന്ന കാശൊക്കെ ലോൺ അടയ്ക്കാൻ പോവും. 2ാം വർഷം കഴിയുമ്പോഴേക്കും സാമ്പത്തിക സമ്മർദ്ദം നന്നായിട്ട് കുറയും. 3ാം വർഷം ആവുമ്പോഴേക്കും ഉയർന്ന പലിശ എന്ന ആ തലവേദന പൂർണ്ണമായും തീരും.
അന്നു മുതൽ അവർക്ക് ഭാവിക്ക് വേണ്ടി വീണ്ടും ചിന്തിച്ചു തുടങ്ങാം, നിക്ഷേപിച്ചു തുടങ്ങാം. അപ്പോൾ ആ യാത്രയുടെ അവസാനം അവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? 1. ഉയർന്ന പലിശ എന്ന കടങ്ങളെല്ലാം തീർന്നു. 2. ഓരോ മാസവും വരുമാനം ചിലവിനേക്കാൾ കൂടുതലായിരിക്കും, കയ്യിൽ കാശ് മിച്ചം വരും. 3. കുട്ടികളുടെ വിദ്യാഭ്യാസമോ മറ്റാവശ്യങ്ങളോ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. 4ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, പണത്തെക്കുറിച്ച് അവർക്ക് പുതിയൊരു കാഴ്ചപ്പാട് കിട്ടി. അതായിരിക്കും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അവസാനമായി ഈ ഒരു ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ, നിങ്ങളുടെ പണത്തിന്റെ കളത്തിൽ നിങ്ങൾ കളിക്കുന്നത് അടുത്ത ഷോട്ട് മാത്രം നോക്കുന്ന ക്രിക്കറ്റാണോ, അതോ കുറേ നീക്കങ്ങൾ മുന്നോട്ട് കണ്ടു കളിക്കുന്ന ചെസ്സാണോ? ഇതിന്റെ ഉത്തരം ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക.